ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത്, ഞാൻ റീസെൻ്റ്ലി ലക്ഷദ്വീപിൽ പോയിട്ടുണ്ടായി. അപ്പോൾ ഇതൊരു വ്ലോഗല്ല, പക്ഷെ ഞാൻ ലക്ഷദ്വീപിൽ പോകാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കുറേ സംശയങ്ങളുണ്ട്. എവിടെ തുടങ്ങണം, എന്തൊക്കെ ചെയ്യണം, അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ടായി. അപ്പോൾ ഒട്ടും ഡിലേ ഇല്ലാതെ നമുക്ക് വളരെ വേഗം എന്തൊക്കെ ചെയ്യാമെന്ന് ശരവണാന്ന് പറഞ്ഞു പോകട്ടെ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ PCC എടുക്കുക എന്നുള്ളതാണ്, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. അതിലിപ്പോൾ ഒരു പുതിയ പേരുണ്ട്, ആ പേര് ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ മലയാളികളായതുകൊണ്ട് നമുക്ക് കേരള പോലീസിൻ്റെ പോൾ ആപ്പ്, ഇപ്പോൾ ആപ്പ് സ്റ്റോറിലായിക്കോട്ടെ പ്ലേ സ്റ്റോറിലായിക്കോട്ടെ ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആപ്പാണ് കേട്ടോ. അപ്പോൾ ഈ ആപ്പിലൂടെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതിനെ സൈഡിൽ കാണിക്കാം. അതായത് അതിനകത്ത് നമ്മുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ID കാർഡ്, അഡ്രസ് പ്രൂഫ്, NIOC റിക്വയർമെൻറ്റ് ഫോം, അത് ഇത്രയും സാധനം മാത്രം മതി അപ്ലോഡ് ചെയ്യാനുള്ളത്. ഇത് വളരെ ഈസി ആയിട്ട്, ഇപ്പോൾ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കടയിൽ പോയി ഫോട്ടോ എടുത്താൽ അവർ അതിൻ്റെ സോഫ്റ്റ് കോപ്പി അയച്ചു തരുമല്ലോ, അത് അപ്ലോഡ് ചെയ്താൽ മതി. ID പ്രൂഫ് എന്ന് പറഞ്ഞാൽ ഞാൻ ആധാറാണ് വെച്ചത്. അപ്പോൾ അതിൻ്റെ മെൻഷൻ ചെയ്യാനുള്ള സ്ഥലമുണ്ട്, വേറെ ID പ്രൂഫിൻ്റെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ അതാണ് ഇരിക്കുന്നതെങ്കിൽ അത് അപ്ലോഡ് ചെയ്താലും മതി. അതല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് അഡ്രസ് പ്രൂഫിന് ഞാൻ ആധാർ തന്നെയാണ് വെച്ചത്, കാരണം രണ്ടും അഡ്രസ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ആധാർ തന്നെ വെച്ചു. എനിക്ക് ഏറ്റവും സംശയം ഉണ്ടായിരുന്ന സാധനമാണ് NIOC റിക്വയർമെൻറ്റ് ഫോം. അതെന്താ വെച്ചാൽ ഒരു വെള്ള പേപ്പർ എടുത്തിട്ട് ഫ്രം നമ്മുടെ അഡ്രസ്സ് ടു സൂപ്രണ്ടൻറ്റ് ഓഫ് പോലീസ് എന്നൊക്കെ പറഞ്ഞു. അതായത് ഇപ്പോൾ നമ്മളൊരു PCC അപ്ലൈ ചെയ്ത് നമ്മുടെ നാട്ടിലെ പോലീസ് സ്റ്റേഷനിലേക്കാണ് അത് പോവുക. അവരാണല്ലോ അത് അന്വേഷിച്ചിട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് PCC തരേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു വെള്ള പേപ്പറിൽ ഫ്രം ടു എഴുതുക. പിന്നെ ജസ്റ്റ് നിങ്ങൾ ലക്ഷദ്വീപിൽ ഇന്ന ദിവസങ്ങളിൽ ഇത്ര ദിവസങ്ങളുണ്ടാവും, അതിനാൽ അവിടെ പോകാൻ വേണ്ടി ഞാൻ ഇങ്ങനെ വിസിറ്റിങ്ങിനാണ് പോകുന്നത് എന്ന് പറഞ്ഞ് പ്ലെയിൻ ആയിട്ടൊരു കത്ത് എഴുതുക. ഞാൻ ഇംഗ്ലീഷിലാണ് എഴുതിയത്. ഞാൻ എഴുതിയ കത്തിൻ്റെ മോഡൽ ഞാൻ സൈഡിൽ കാണിക്കാം. അപ്പോൾ നിങ്ങൾ അത് നോക്കി അതേപോലെ ചെയ്താൽ മതി. ഇംഗ്ലീഷിൽ എഴുതണമെന്ന് ഒരു നിർബന്ധവുമില്ല, മലയാളത്തിൽ എഴുതിയാൽ മതി. വളരെ പ്ലെയിനായിട്ട് ഒരു ലെറ്റർ എഴുതുക, അവസാനിപ്പിക്കുക, അത്രയേ ഉള്ളൂ. PCCയുടെ ഫീസ് വരുന്നത് 700 രൂപയാണ്. ആ ആപ്പിലൂടെ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. ഒരു അക്ഷയ സെൻറ്ററിലും എങ്ങും പോകേണ്ട യാതൊരു ആവശ്യമില്ല. ഏതൊരു സ്മാർട്ട് ഫോൺ ഉള്ള ഒരാൾക്കും, അതായത് ലാപ്ടോപ്പ് പോലും വേണ്ട, സ്മാർട്ട് ഫോൺ ഉള്ള ആൾക്ക് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് PCC എന്ന് പറയുന്നത്. അപ്പോൾ ഈ PCC അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ നാട്ടിലുള്ള ഒരാളല്ല, ഞാൻ വീട്ടിൽ ഒരാളുടെ പേരും ഫോൺ നമ്പറും ഒക്കെ കൊടുത്തിട്ടാണ് കേട്ടോ കൊടുത്തത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം PCC നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അവർ ചെക്ക് ചെയ്യുന്നത് ഈ ആളുടെ പേരിൽ എന്തെങ്കിലും കേസുണ്ടോ എന്നാണ് നോക്കുന്നത്. അപ്പോൾ എനിക്കറിയില്ല നമ്മുടെ പോലീസുകാർ അത് നോക്കിയിട്ടുണ്ടാവും, പക്ഷേ എൻ്റെ വീട്ടിലേക്ക് ഒരു കോളോ അല്ലെങ്കിൽ ഒരു എൻക്വയറിയോ ഒന്നും വന്നിട്ടില്ല. ഞാൻ അപ്ലൈ ചെയ്ത് പിറ്റേ ദിവസം വൈകിട്ട് തന്നെ എനിക്ക് PCC കിട്ടി എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നു. ഇതേ ആപ്പ് തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നിങ്ങൾ ലക്ഷദ്വീപിൽ പോകണമെന്ന് വിചാരിക്കുമ്പോൾ, അല്ല വിചാരിക്കുന്ന പോയിന്റിൽ തന്നെ എടുത്തു വെക്കാൻ പറ്റിയ സാധനമാണ് PCC. ഇത് കഴിഞ്ഞിട്ട് ആർക്കും നമ്മളെ സഹായിക്കാൻ പറ്റും. ഇത് വേറെ ആർക്കും നമുക്ക് വേണ്ടി ചെയ്യാൻ പറ്റത്തില്ല, നമുക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ. PCC കിട്ടിയ ശേഷം നമ്മൾ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് പെർമിറ്റ് എടുക്കുക എന്ന് പറയുന്നത്. പെർമിറ്റ് എടുക്കാൻ നമുക്ക് പറ്റില്ല. ലക്ഷദ്വീപിൽ നമുക്കൊരു സ്പോൺസർ വേണം. സ്പോൺസറിനാണ് നമുക്കൊരു പെർമിറ്റ് എടുത്ത് തരാൻ സാധിക്കുന്നത്. സ്പോൺസറെ കിട്ടാനുള്ള ഏറ്റവും എളുപ്പ വഴി ഒരു പാക്കേജ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പാക്കേജ് എടുക്കുമ്പോൾ കേരളത്തിൽ നിന്നുള്ള ഏതെങ്കിലും ടൂർ പാക്കേജ് എടുക്കാതെ ലക്ഷദ്വീപിൽ തന്നെ നടത്തുന്ന ഒരു പാക്കേജ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോഴാണല്ലോ അവർക്ക് കൂടുതലായിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ എടുത്ത പാക്കേജ് ഹാജ ഹുസൈൻ എന്ന് പറയുന്ന അദ്ദേഹം നടത്തുന്ന ലക്ഷദ്വീപ് ബ്ലൂ സീ ട്രാവൽസിൻ്റെ പാക്കേജാണ്. ഞാൻ സോളോ ആയിട്ടാണ് വന്നത്. പെർ പേഴ്സൺ 7500 രൂപയാണ് സോളോ ട്രിപ്പിൻ്റെ പൈസ. അപ്പോൾ എനിക്ക് ഹോം സ്റ്റേ വിത്ത് ഹോം കുക്ക്ഡ് ഫുഡ്, അതായത് നമുക്ക് ആഗ്രഹം ഉണ്ടല്ലോ ഇവിടെ വരുമ്പോൾ ഈ നാട്ടിലെ ഫുഡുകൾ കഴിക്കുന്നത്, ആ ഫുഡെല്ലാം ഇൻക്ലൂഡഡ് ആയിരുന്നു കേട്ടോ പാക്കേജിൽ. ആ പാക്കേജിൽ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആയിരുന്നു. സ്നോർക്കലിംഗ്, കയാക്കിങ്, അല്ലെങ്കിൽ ഗ്ലാസ് ബോട്ട്, കൽപ്പട്ടി ഐലൻഡ് വിസിറ്റ്, ബംഗാരം, തീനത്തറ ഐലൻഡ് വിസിറ്റ് എല്ലാം കൂടെ ഇൻക്ലൂഡഡ് ആയ പാക്കേജാണ് എനിക്ക് 7000 ആയത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് മൺസൂൺ പ്രൈസാണ്. ഞാൻ 3 മാസത്തിനോളം മുന്നേ ബുക്ക് ചെയ്തത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ പൈസയ്ക്ക് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ
പെട്ടെന്ന് പോകാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഈ പൈസയ്ക്ക് പാക്കേജ് കിട്ടുമെന്ന് വിചാരിക്കരുത്. കുറച്ച് നാൾ മുന്നേ പ്ലാൻ ചെയ്യണം. മാത്രവുമല്ല, പ്ലാൻ ചെയ്യുന്ന കാര്യം പറയുമ്പോൾ ആദ്യമേ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുക. ഞാൻ ഒരു വർഷം, അതായത് ഇങ്ങോട്ട് ഫ്ലൈറ്റിന് വരാം, തിരിച്ച് കപ്പലിന് വരാം എന്നൊരു പ്ലാൻ ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ തിരിച്ച് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തില്ല, മറിച്ച് കപ്പലെടുത്തിട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ 20-നാണ് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തത്. ഫ്ലൈറ്റ് ഞാൻ ആദ്യം ബുക്ക് ചെയ്ത് കേട്ടോ. ഇപ്പം ഞാൻ PCC എടുത്തപ്പോഴേ ആചാര്യ എൻ്റെ അടുത്ത് പറഞ്ഞു ഫ്ലൈറ്റ് ബുക്ക് ചെയ്യണം, ഫ്ലൈറ്റിൻ്റെ വില ഇനി നല്ലപോലെ കൂടും, കാരണം അവർ പെർമിറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഇനി മാറ്റി എടുക്കേണ്ട ഒരു അവസ്ഥ വരരുതല്ലോ. അപ്പോൾ ആദ്യമേ മുൻകൂട്ടി, അതായത് ഒരു 10-15 ദിവസം ഫ്ലൈറ്റിൻ്റെ പൈസ ഒന്ന് ട്രാക്ക് ചെയ്യുക. ട്രാക്ക് ചെയ്തിട്ട് ബെറ്റർ റേറ്റ്സ് കാണുമ്പോൾ അപ്പോഴേ ബുക്ക് ചെയ്തിട്ടുള്ളൂ. കാരണം നിങ്ങൾ ഇപ്പം ഞാൻ എൻ്റെ പാക്കേജിൽ ഞാൻ എടുത്തപ്പോൾ എനിക്കിങ്ങനെ വിശ്വാസമില്ലായ്മയൊന്നും വന്നില്ല. നമ്മൾ അവരെ ട്രസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇത്ര പൈസ കൊടുത്ത് ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ തുടക്കത്തിൽ ബുക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ സ്പോൺസർ ഹാജാക്ക. അപ്പോൾ പറഞ്ഞോളൂ. ഞാൻ ഹാജ ലക്ഷദ്വീപ് ബ്ലൂസി ട്രാവൽസിൻ്റെ പാക്കേജ് ലക്ഷദ്വീപിലേക്ക് പാക്കേജ് ചെയ്യുന്നതാണ്. നമ്മൾ സോളോ ട്രിപ്പായിട്ടാണ് മാഡം വന്നത്. സോളോ ട്രിപ്പ് പാക്കേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് 7,500 രൂപയാണ്. അത് 3-4 മാസം മുമ്പ് ബുക്ക് ചെയ്യണം. മൺസൂൺ ടൈമിലാണ് ബുക്കിംഗ് എടുത്തത്. അതാണ് നമ്മൾ അത്ര റേറ്റ് കുറച്ച് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾ ആൾ കൂടുമ്പോൾ നമ്മൾ പൈസ കൂടിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മൾ ഈ പാക്കേജിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ലക്ഷദ്വീപ് പെർമിറ്റ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ്, പിന്നെ ഹോം സ്റ്റേ അക്കോമഡേഷൻ, പിന്നെ ഫുഡ് ഇവിടെ ദ്വീപിലെ ഫുഡായിരിക്കും, സ്പെഷ്യൽ ഫുഡിങ് ഒക്കെ ഉണ്ടാവും. പിന്നെ കൽപ്പറ്റ ഐലൻഡ് വിസിറ്റിംഗ് ഉണ്ടാവും. പിന്നെ ക്ലാസ് ബോട്ട് വിത്ത് കൽപ്പറ്റ ഐലൻഡ് ഉണ്ടാവും. പിന്നെ സൈറ്റ് സീയിങ് ഉണ്ടാവും, കയാക്കിംഗ് ഉണ്ടാവും, സ്നോഫോൾ ഉണ്ടാവും, ബംഗാനഗർ നഗര വിസിറ്റിംഗ് ഉണ്ടാവും. പിന്നെ ടൂർ ഗൈഡും ഉണ്ടാവും. പിന്നെ അതിൽ മോഡലായിട്ടുള്ള പാക്കേജ് ഉണ്ട്, ബീച്ച് ഹോം സ്റ്റേ ഉണ്ട്, റിസോർട്ട് പാക്കേജ് ഉണ്ട്. അതിലും റേറ്റ് കൂടുതലാണ്, കുറച്ച് റേറ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ ബേസ് പേ മനസ്സിലായാലോ, 7,000 രൂപയാണ് കേട്ടോ. അപ്പോൾ 3 മാസം മുൻപെങ്കിലും ബുക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ആ പൈസയ്ക്ക് തരാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ പാക്കേജ് ഒരാൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 10,000 രൂപയ്ക്കാണ്. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇക്കയുടെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും ഇൻസ്റ്റഗ്രാം ID എല്ലാം ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് വിളിച്ച് അന്വേഷിച്ചാൽ മതി, അല്ലെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഇവിടെ എപ്പോഴും റേഞ്ചിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ എല്ലാ ഡീറ്റെയിൽസും വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഞാൻ എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം, നിങ്ങളൊരു 9 to 5 ജോലി ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു 5 ദിവസം നിന്നിട്ട് നിങ്ങൾക്ക് തിരിച്ച് നാട്ടിൽ പോകണം എന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പ് ആൻഡ് ഡൗൺ മസ്റ്റായിട്ട് ബുക്ക് ചെയ്തിട്ട് വരിക. ഞാൻ ക്രൂസിനെ അല്ലെങ്കിൽ ഷിപ്പിനെ തിരിച്ചു വരൂ എന്ന് പറഞ്ഞ് നിന്നതുകൊണ്ട് ഞാൻ 20-നാണ് ഇവിടെ എത്തിയത്. 20-ന് രാവിലെ കയറി 1.5 മണിക്കൂർ കൊണ്ട് കൊച്ചിയിൽ ഇവിടെ എത്തി. ഉച്ചയ്ക്ക് മുന്നേ ഞാൻ ഇവിടെ എത്തി. അപ്പോൾ തിരിച്ച് 25-ലെ ഷിപ്പിന് പോകാനാണ് ഇരുന്നത്. 25-ലെ ഷിപ്പ് 28-ന്. അപ്പോൾ നമ്മൾ 26-ലെ ഷിപ്പ് നോക്കി, അത് കിട്ടിയില്ല. അപ്പോൾ ഹാജയ്ക്കയുടെ നിർബന്ധമായിരുന്നു ഒരു ടിക്കറ്റ് എടുക്കാതെ ഇങ്ങോട്ട് വരരുത് എന്നുള്ളത്. അതുകൊണ്ട് 28-ലെ ഷിപ്പ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ, നമ്മൾ പൈസ അടച്ച് ഇവരാണ് ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ 28-ലെ ഷിപ്പ് എടുത്തിട്ടാണ് ഞാൻ വന്നത്. ഇവിടെ വന്ന് ആദ്യത്തെ 2-3 ദിവസം എനിക്ക് അടിപൊളിയായിരുന്നു, നല്ല വെതറായിരുന്നു. അതായത് വെള്ളം ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ വലിയ വേവ്സ് അടിക്കുന്നില്ല. നമുക്കിത് കണ്ടാൽ മനസ്സിലാവുന്നുണ്ട്. നമ്മൾ ആലോചിക്കുമ്പോൾ ഹായ് നല്ല കാറ്റെന്ന് വിചാരിക്കും, പക്ഷേ ഇവിടെ കാറ്റ് വന്നാൽ അതല്ല അവസ്ഥ. കാറ്റ് വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് ആദ്യത്തെ 2-3 ദിവസം ഒരു പ്രശ്നമില്ല, കൃത്യം പറഞ്ഞാൽ 3 ദിവസം ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞാൻ സ്കൂബ ഡൈവിങ് ചെയ്തായിരുന്നു. സ്കൂബ ഡൈവിങ്ങിന് 3,500 പിന്നെ സ്നോർക്കിളിങ്, കയാക്കിങ് ഒക്കെ ചെയ്തായിരുന്നു അടുത്ത ദിവസങ്ങളിൽ. പക്ഷേ അതൊക്കെ എനിക്ക് നല്ലൊരു റേറ്റിനാണ്, അതായത് ഞാൻ പറഞ്ഞല്ലോ ആ പാക്കേജിൽ 7,500 തന്നെ ഇൻക്ലൂഡഡ് ആയിരുന്നു. അതെല്ലാം സ്കൂബ ഒരു പാക്കേജിലും ഇൻക്ലൂഡഡ് ആവില്ല. ഞാൻ 3,500 അതായത് 3 to 6 മീറ്റർ ഡെപ്തിൽ പോകുന്ന സ്കൂബയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ഷിപ്പിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ 28-ന് പോകാമെന്ന് വെച്ചാൽ എനിക്ക് അതിനനുസരിച്ച് ഇപ്പോൾ 28-ലെ ഷിപ്പും ക്യാൻസൽ ആവാൻ അല്ലെങ്കിൽ മുന്നോട്ട് ഡേറ്റ്സ് മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, ഇവിടെ ഭയങ്കര കാറ്റാണ്, ഒന്നും ശരിയായിട്ട് നടക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ എങ്ങനെയൊക്കെയോ ആചാർക്ക് ഒരുപാട് പേരോട് പറഞ്ഞ് ഒരു ഫ്ലൈറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 26-ാം തീയതി ആയിട്ടുണ്ട്. ഇന്ന് 26-ാം തീയതി രാവിലത്തെ ഫ്ലൈറ്റിന് ഞാൻ തിരിച്ച് കയറാനായിരുന്നു ഇരുന്നത്. എനിക്ക് സത്യം പറഞ്ഞ് ഫ്ലൈറ്റ് ഞാൻ മുന്നേ കണ്ടതാണ്. ഈ ഫ്ലൈറ്റ് ഞാൻ മുന്നേ ബുക്ക് ചെയ്തിരുന്നെങ്കിൽ ഈ ബുദ്ധിമുട്ടും വരത്തില്ലായിരുന്നു.
കുറച്ചൊരു ബെറ്റർ ഫെയറിൽ എനിക്ക് കിട്ടിയത്. എനിക്ക് അധികം വലിയ ഫെയർ ഒന്നും ആയിരുന്നില്ല. 6700 രൂപയ്ക്കാണ് ബുക്ക് ചെയ്തത്. പക്ഷേ അതിപ്പോൾ ഒരാൾ എത്ര ബുദ്ധിമുട്ടുണ്ടാവുന്നല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ജോലി ഉണ്ട് എന്നുള്ളൊരവസ്ഥയാണെങ്കിൽ അങ്ങനെ എടുക്കാം. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ പറ്റുപോയി, എൻ്റെ പാക്കേജ് 4 days 3 nights ആണ്. അതിനാണ് 7500 രൂപ വരുന്നത്. അതല്ലാണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യമേ പ്ലാൻ ചെയ്തത് ഒരു 6 days 5 nights നിൽക്കാനാണ്. പിന്നെ ഓരോ ദിവസത്തിനും പാക്കേജിന് പൈസ ഒന്നും കൂടില്ല. സ്റ്റേക്ക് ഇപ്പോൾ ഞാൻ നിന്ന സ്റ്റേ ആണ് കേട്ടോ, ഞാൻ നിന്ന സ്റ്റേക്ക് പെർ ഡേ 1000 രൂപയും ഫുഡിന് 500 രൂപയുമാണ് കൂടിയത്. പാക്കേജ് അത് തീർന്നു. പിന്നെ നമുക്ക് ഒരുപാട് വാട്ടർ ആക്ടിവിറ്റീസ് ഇവിടെ അവൈലബിൾ ആണ്. അതൊന്നും നമ്മുടെ പാക്കേജിൽ നിന്നല്ല, ഒരു പാക്കേജിലും ഇൻക്ലൂഡഡ് ആകത്തില്ല. അപ്പോൾ അത് ഓരോന്നിൻ്റെ റേറ്റ്സ് മാറും. നിങ്ങൾ ഇവിടെ എത്തുന്ന വരെ മാത്രം നിങ്ങൾക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായാൽ മതി. അത് എല്ലാ മനുഷ്യനും ഉണ്ടാവില്ല. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. എല്ലായിടത്തോട്ടും ഇവർ നമ്മളെ എത്തിച്ചു കൊടുക്കുകയാണ്. അഗത്തി ഐലൻഡിലാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്, ഞാൻ കവരത്തിയിലൊക്കെ പോകാമെന്നാണ്. കവരത്തിയാണ് ലക്ഷദ്വീപിൻ്റെ ക്യാപിറ്റൽ. നമ്മൾ അനാർക്കലി സിനിമയിലൊക്കെ കണ്ടിഷ്ടപ്പെട്ട സ്ഥലം. അപ്പോൾ അവിടെ ഒക്കെ പോകാനിരുന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ഇവിടുത്തെ വാട്ടർ ആക്ടിവിറ്റീസ് എല്ലാം തീർത്തിട്ട് പോകാനിരുന്നപ്പോൾ ഭയങ്കര കാറ്റ്. വെസൽ വരുന്നില്ല. വെസൽ എന്ന് പറഞ്ഞാൽ ചെറിയ തരത്തിലുള്ളൊരു ബോട്ടാണ് കേട്ടോ. അതായത് ഇവിടുന്ന് ലക്ഷദ്വീപിലെ തന്നെ മറ്റ് ഐലൻഡുകളിലേക്ക്, മനുഷ്യവാസമുള്ള ഐലൻഡിലേക്ക് പോകാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഹാജയൊക്കെ എന്നെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു, അതായത് അവിടെ എനിക്ക് റൂം വരെ ബുക്ക് ചെയ്തിട്ടതാണ്, പക്ഷെ പോകാൻ പറ്റാത്തത് കൊണ്ടാണ് ഇപ്പോൾ അത്യാവശ്യം. കാരണം ഇനിയിപ്പോൾ 28 വരെ നിന്നാലും 28-ന് എനിക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് ജോലിക്ക് കയറണം എന്നുള്ളതുകൊണ്ട് എനിക്ക് അതിനപ്പുറത്തേക്കിനും ഒരു ദിവസം നീട്ടാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ അത്യാവശ്യമായിട്ട് ഫ്ലൈറ്റ് എടുത്ത് നാട്ടിൽ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സമയത്ത്, നിങ്ങളൊരു ബിസിനസ് പേഴ്സണാണ്, ഇപ്പം നിങ്ങൾക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും ജോലി ചെയ്യാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരാളാണ്. ഇപ്പോൾ അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എത്ര ദിവസം വേണമെങ്കിലും എടുത്തു തരാം. പിന്നെ എവിടെ ഇരുന്ന് ജോലി ചെയ്യാനുള്ള ഫ്ലെക്സിബിലിറ്റി IT-യിൽ വർക്ക് ചെയ്യുന്ന ആർക്കും ഉണ്ടാവും. ഞാൻ IT-യിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഒരു കാര്യം നോക്കുക, ഇവിടെ കാറ്റ് വരുമ്പോഴേ നെറ്റ്വർക്കിനും ഇഷ്യൂ വരലുണ്ട്. അപ്പം നിങ്ങൾ ആ കാര്യം കൂടെ മനസ്സിലോർത്ത് വരിക. നിങ്ങൾക്ക് മനസ്സൊന്ന് ഫ്രീ ആക്കാനാണ്, വെറുതെ ഇരിക്കാനാണ് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ കുറച്ചൊരു 15 ദിവസമെങ്കിലും മിനിമം, 15-20 ദിവസം മിനിമം ഉണ്ടെങ്കിൽ ലക്ഷദ്വീപ് മൊത്തം കാണാൻ പറ്റും. അത് നല്ല ക്ലൈമറ്റ്. ഞാനിപ്പോൾ ഇത് 7ാമത്തെ ദിവസമാണ്. 7ാമത്തെ ദിവസമായിട്ട് പോലും ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ ഒറ്റ ഐലൻഡ് കവർ ചെയ്തു. കാരണം നമ്മളെ ആരെയും തെറ്റല്ല, ഇവിടെ വന്ന് ഇങ്ങനെ കാറ്റായിപ്പോയി, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടുത്തെ കടലും ഇവിടുത്തെ മനുഷ്യരും ഇവിടുത്തെ ആഹാരമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അയ്യോ അത് ചെയ്യാൻ പറ്റിയില്ലല്ലോ, ഇത് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നൊരു വിഷമോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല കേട്ടോ. അതാണ് മെയിൻ കാര്യം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ പാക്കേജിൻ്റെ അദ്ദേഹത്തിൻ്റെ സംസാരമാണ് കേട്ടോ നിങ്ങളിപ്പോൾ കേൾക്കാൻ പോകുന്നത്. ഇത് പുള്ളിക്ക് എന്താണ് പുള്ളിയുടെ പാക്കേജിനെ കുറിച്ച് പുള്ളി തന്നെ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ ആകെ നമുക്ക് രണ്ടേ കാര്യം നോക്കിയാൽ PCC പെർമിറ്റ് പ്ലസ് പാക്കേജ്, ഇത്രയും കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് എടുത്ത് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പ് ആൻഡ് ഡൗൺ തനിയെ ബുക്ക് ചെയ്യുക. അതൊന്നും നമ്മുടെ പാക്കേജിൽ ഉൾപ്പെടത്തില്ല. കാരണം ഈ പൈസയ്ക്ക് നമുക്ക് അത് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ചില സമയത്ത് ഗോവയിൽ നിന്നൊക്കെ നല്ല ബെറ്റർ റേറ്റ്സിൽ ഫ്ലൈറ്റ് ഉണ്ട്. ഞാൻ ഇങ്ങോട്ട് ഫ്ലൈറ്റ് കയറിയത് ഇൻഡിഗോ ആണ്. 8000 ആണ് എനിക്ക് ടാക്സ് എല്ലാം കൂടെ കൂട്ടി ആയത്. തിരിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഇവിടുന്ന് ഞാൻ എടുക്കായിരുന്നു. അലയൻസ് എയറിൻ്റെയാണ് എടുത്തത്. 6700 rupees എനിക്ക് ആയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ ലക്ഷദ്വീപ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ വന്ന് പോകാൻ പറ്റുന്നൊരു സ്ഥലമല്ല. അതുകൊണ്ട് കുറച്ച് പ്ലാൻ ചെയ്യാം, കുറച്ചൊരു നാൾ മുന്നേ പ്ലാൻ ചെയ്യാം. അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. ഇങ്ങനെ ഒരാളെ കണ്ടുപിടിച്ചപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ പാക്കേജും ഡീറ്റെയിൽസും വാട്സപ്പ് നമ്പറും എല്ലാം ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് വെക്കുക കേട്ടോ. കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ബുക്കിംഗ് ഉറപ്പിക്കുക. എന്നിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റും അവർക്ക് അയച്ചു കൊടുക്കാൻ അവർക്ക് ഉറപ്പ് വേണ്ടേ. പിന്നെ ഇവരെ കോൺടാക്ട് ചെയ്യുന്നതിന് മുന്നേ ചെയ്യേണ്ട കാര്യമാണ് PCC. അത് മറക്കാതെ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഇത് ഒത്തിരി ലെങ്തി ആയി പോയോന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.